ಹಾಯ್ ಅಸ್ಲಾಂ ಅಲೈಕುಂ ವೆಲ್ಕಮ್ ಟು ಕುಕ್ ವಿತ್ ರುಮಾನಾ. ನನ್ನ ವಿಡಿಯೋ ನೋಕರಂಗ ഇവിടെ കണ്ട പോലെ ലൈക്ക് ആക്കോരു സബ്സ്ക്രൈബ് ആക്കോരു നെക്സ്റ്റ് ഉള്ള ബെൽ പ്രസ് ആക്കോരു. അപ്പം ഞങ്ങൾ ഒരു ഷീർ കുർമ ആക്കിയുള്ള നിങ്ങൾ വിചാരിക്കും എന്ത് ഇത് സ്പെഷ്യൽ ഉണ്ട്. സ്പെഷ്യൽ എന്തല്ല, ബട്ട് ನನ್ನ സ്റ്റൈലിൽ ನಾನು എങ്ങനെ ആക്കറച്ചെന്ന് നോക്കാം. ഷീർ കുർമ ആക്കുക ഫസ്റ്റ് ನಾನು സാമം ഞങ്ങൾ നട്ട്സ് എല്ലാം ഫ്രൈ ആക്കി എടുക്കണം. ಅದಕ್ಕೆ ನಾನು ഒരു 1.5 സ്പൂൺ നെയ്യ് വെച്ചായ പിന്നെ അതിൽ സാമ ഒന്ന് വറുത്തെടുക്കണം. ನಾನು ഒരു ಪ್ಯಾಕೆಟ್ ಫುಲ್ ಇರ್ತಾರೆ, ನಾನು 1.5 ಲೀಟ್ರ್ ಪಾಲ ಹಾಕ್ಯೋಳು. അപ്പോൾ ഒരു ಪ್ಯಾಕೆಟ್ ಫುಲ್ ಇರ್ತಾರೆ, ಅದ್ರ 1.5 ನಿಮಿಷ ಬರ್ತೇಮ್ಮಿ ಆಲ್ರೆಡಿ ರೋಸ್ಟೆಡ್ ಅಲ್ಲೇ 1.5 ನಿಮಿಷ ಬರ್ತೇಮ್ಮಿ ಯಾರು ಬರ್ತೆಂಗೆ ಕರ್ನಿ ಪೋಂಡು അത് മെല്ലെ തീയിലിട്ടെമ്മേ മീഡിയം ആയിട്ടെമ്മേ നല്ല ഹൈ സ്പീഡിൽ ഇടോത്തീരാ. അതിൽ പിന്നെ ഒരു 2-2.5 സ്പൂൺ നെയ്യ് വേണം ഞങ്ങൾക്ക് ഇന്ന് നട്ട്സ് എല്ലാം ഫ്രൈ ആക്കുക. ഇന്ന് ಬೇರೆ നെയ്യൊന്നും ഇത് ബീറ്റില്ല, ടോട്ടലായിട്ട് ഒരു 3.5 ಸ್ಪೂൺ നെയ്യ് മീ. ನಾನು ഇപ്പോൾ ഒരു 10 ಈತ ಬಲೆ ಇರ್ತಾರೆ ಬಿತ್ತಿರ್ತಾರೆ. ಅದರು ಈತ ಬಲೆ ಬೇನುಂಟಿಲ್ಲ ಖಾರಕ್ಕೆ ನೇರೀತಿ ಇದಕ್ಕೆ ಬೇನಾವೆ, ಬಟ್ ನನಗಿಲ್ಲ ಈತ ಬಲೆ ಇಲ್ಲ ಖಾರಕ್ಕೆ ಇಲ್ಲತ್ತದ್ಲು ನಾನು ಈತ ಬಲೆ ಇರ್ತಾರೆ. ಅದ್ರ 1 ನಿಮಿಷ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നെയ്യ് നല്ല ബെച്ചായി പിന്നെ ഇടണു. എല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കണു, അല്ലെങ്കിൽ കറിഞ്ഞ പിന്നെ ടേസ്റ്റ് ഇക്കില്ല സാമാനോ ഹലാക്കാവൂ. പിന്നെ ನಾನು എടുത്തിതിൽ ಕೊಟ್ಟ ಬದಾ ಪಿಸ್ತಾ ಇದು ನಾನು ಜಾವ್ಗು ಫುಲ್ಲು ನಂಚಿಬಿಚ್ಚಿತ್ತು ಸುಬೈಗೆ ಎಲ್ಲಾತ್ರಂ ತೋಲಿರ್ತಾರೆ. ಕೊಟ್ಟಾಯಂಗೂ ನಂಚಬೇಕು, ಅಪ್ಪಮೇ ನಲ್ಲ ಅವರು ಅಪ್ಪಮೇ നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ ബറക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ಅವರು. പിന്നെ ഒരു 2 സ്പൂണിൻ്റെ അത്ര തേങ്ങ ചെറിയത് മുറിച്ചിട്ട് ഇത് ഞാൻ ഇട്ടേ. കൊപ്പര ഉണ്ടെങ്കിൽ അത് നല്ലോ, ഞങ്ങൾ കൊപ്പര ഗ്രേറ്റ് ആക്കിയിട്ട് മുറിച്ചിട്ട് എങ്ങനെയും ഇടാം. ഒരു 5 നിമിഷം ഫ്രൈ ആക്കി മീ. അപ്പം റെഡി ആവും, 5 നിമിഷം ആകുമ്പോൾ ഇത് റെഡി ആവും. പിന്നെ ഒരിക്കൽ ദ്രാക്ഷ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നട്ട്സ് ഏതും ഇത്രയായിട്ടില്ല, ഞങ്ങൾക്ക് ബേന്മായ നട്ട്സ് ഏതും എത്രയും എടുക്കുക. ഇതല്ലാണ്ട് ഞങ്ങൾക്ക് ബച്ചൻകൈരോ വിത്ത് പിന്നെ കുമ്പളങ്ങരോ വിത്തെല്ലാം ഉണ്ട് നട്ട്സ്, അതും ഇടാം, അതും നല്ല ടേസ്റ്റ് ആവും. അതിൽ പിന്നെ ആ നെയ്യ് ഇക്കുമ്പോഴത്തെ അത് ഒരു 1.5 ಲೀಟರ್ പാലിനാണ് ഇപ്പോൾ ബീത്തിര ഫുൾ ഫാറ്റ് മിൽക്ക് ഇത്. അതിൽ പിന്നെ ഞങ്ങൾക്ക് ಬೇನ್ಮಾತ್ರ ಪಂತಾರ ಇಡೋಣ. ನಾವು ഒരു ಕಪ್ ಪಂತಾರ ಇಡ್ತಾರೆ. പിന്നെ അതിൽ ಬೇನಿಗೆ ഒരു 2-3 ಸ್ಪೂನ್ കണ്ടൻസ് മിൽക്ക് ನಾನು ഇത് ബീത്തರೆ. നിങ്ങൾ കണ്ടൻസ് മിൽക്ക് എടുക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ടേസ്റ്റ് വേണോ അത്ര ഇട്ടെമ്മേ. ഒരു 10 നിമിഷം ആകുമ്പോഴത്തെ പാൽ പായ്ക്കറ്. അതിൽ പിന്നെ ഞങ്ങൾ ബർത്ത് വെച്ചോ സാമ ഇട്ട് കൊടുക്കണം. ഇട്ട് ചന്ത മിക്സ് ആക്കണം. ഫ്ലെയിം ഹൈ ആവുകത്തീരാ. പിന്നെ പാല് പൈച്ച് തുയ്യൊക്കും ಬಿಡೋ ತೀರ ಚೆನ್ನಾಗಿ പാലിൽ ഞങ്ങളുടെ നട്ട്സോ എല്ലാത്ത ഫ്ലേവർ ഉണ്ട്, പിന്നെ നൈര ഫ്ലേവറും ഉണ്ട്. അപ്പോൾ പാല് പൈച്ച് തുയ്യോ ಬಿಡೋ ತೀರ. ഒരു 10 നിമിഷം ഇത് സാമിട്ട് 10 നിമിഷം ആയ പിന്നെ ഞങ്ങൾ എടുത്തു വെച്ച നട്ട്സും ഒന്നിട്ട് മിക്സ് ആക്കണം. നട്ട്സ് ಬೆಂದದೆ ഫ്രൈ ആക്കുമ്പോൾ അത് ಬೇವು ആയെങ്കും ഞങ്ങൾ പാലിലൊന്ന് മിക്സ് ആക്കണം. അതിൽ പിന്നെ ഒരു 2-3 സ്പൂണിൻ്റെ അത്ര കണ്ടൻസ് മിൽക്കും ഞാൻ ബീത്തിയ. ഇത് ഓപ്ഷണൽ, നിങ്ങൾക്ക് അದ್ರ ಬದಲಿಗೆ ಪಂತಾರ ಇಟ್ಟೆಂಗೂ ಆവും. ಚಂದ ಮಿಕ್ಸ್ ಹಾಕೋನು. ಮಿಕ್ಸ್ ಹಾಕಿ പിന്നെ ഇതിക്ക് 1 ಸ್ಪೂನ್ അത്ര എൽത്തരി പൊടി ഇടണം. ഞാനിത് ഔത്തിലെ പൊടിച്ച് വെച്ച് എൽത്തരി ഞങ്ങൾ നോർമൽ എൽത്തരിയും തെല്ലൊരു 2 സ്പൂൺ അത്ര പഞ്ചാര ഇട്ടതൊന്ന് മിക്സിയിൽ പൊടിച്ച് വെച്ചെമ്മി. അതേ നല്ല ഫ്ലേവർ ഇക്കറ് പത്ര കൊമ്പറണോ ഇല്ലെങ്കിൽ ഇടി എൽത്തരി ഇട്ടെങ്കിൽ ബായിಗೆಲ್ಲ ഇട്ടറ്. പിന്നെ ഒരു 5 നിമിഷം ഒന്ന് മുച്ചത്ത് പഴക്കോಬೇಕോണു. ഇതിപ്പോൾ റെഡിയായോ ബണ്ട, അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആവുകയിട്ട് അതിൽ പിന്നെ ഒരു തേങ്ങര പാലിത് നിർബന്ധമില്ല ಬೇನುಂಟಿಲ್ಲ, ಬಟ್ ಈ തേങ്ങര പാലും ബീത്തിയെങ്കിൽ നല്ല ടേസ്റ്റ് ഇക്കറ്. തേങ്ങര പാൽ ബീത്തുമ്പോൾ ഗ്യാസ് ഓഫ് ആക്കണം. ഇന്ന് തേങ്ങര പാലും ബീത്തിയ പിന്നെ ഞങ്ങൾ ഫ്രൈ ആക്കി വെച്ച ഈത്തപ്പഴം ഇട്ട് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് തെല്ല് എൽത്തരപ്പൊടിയും ഒരു തെല്ല് മധുര ബാലൻസ് ആക്കറത്ര ഉപ്പും ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം. ಗ್ಯಾಸ್ ಆಫ್ ಹಾಕೊಂಡು ಮರ್ಕೋತೀರ. ಇನ್ನು ಗ್ಯಾಸ್ ಆನ್ ಹಾಕಿತ್ತು ಪೈಬಾಟೊಂದೊಂದು ತೀರ ഒരു 1/2 ಗಂಟೆ ಮುಚ್ಚಿ ಬೆಚ್ಚ പിന്നെ ഞങ്ങൾക്ക് കുടിക്കുക. അപ്പോൾ റെഡി ചെയ്ത് താങ്ക് യു ഫോർ വാച്ചിങ്.